നിന്റെ കൊച്ചു മുതലാളി ഉണ്ടാകത്ത്? ഇല്ല, അച്ഛന്റെ കൂടെ മദ്രാശി പോയി. എങ്ങോട്ടാ? മദ്രാസ്. ആഹാ, ഓ അവിടെയായിരിക്കും ജോലി അല്ലേ? അല്ല. ആ, ഇത് അമ്മയാണോ? അതെ. ഓ, ആ, ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. എവിടെയാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. സോറി, പേരെന്താണ്? സുരേഷ്. സുരേഷ്, സുരേഷ് കുമാർ. ആ, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ അല്ലേ? അതെ. ബൈ ദ ബൈ, മൈ നെയിം ഈസ് VM പിള്ള. മദുരാശി പോലീസിൽ ഒരു SI ആയി ജോലി ചെയ്യുന്നു. സെയിം ടു യു. അടുത്ത് തന്നെ IG ആവും. അതിനായിട്ട് ഒരു റെക്കമെൻഡേഷന് വേണ്ടി പോയതായിരുന്നു. എവിടെ? കേരളത്തിലും? അതെ. അവിടെയല്ലേ അദ്ദേഹം ഇരിക്കുന്നത്? എവിടെ? നമ്മുടെ ഗുരുവായൂര്. നമ്മുടെ ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തെ കണ്ടു തൊഴാൻ പോയതായിരുന്നു. ആട്ടെ, സുരേഷ് എന്തിനാ മദ്രാസിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ? ഒരു ജോലി തേടി. ഓ ഗോഡ്, യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ ഒരു ജോലി തേടി അറിയുകയോ? ആർ യു കംപ്ലീറ്റഡ് യുവർ സ്റ്റഡി? ഇല്ല. പോയി അങ്ങനെ വേണ്ടി വന്നു. അത് ശരി. എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എന്നോട് അങ്ങനെ ഒരാൾ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഏതായാലും സുരേഷിനെ പോലുള്ള ഒരാൾക്ക് ജോലി നേടി മദ്രാസിയിൽ അലിയേണ്ടി വരില്ല. ഹലോ പിള്ളച്ചേട്ടാ. ഹലോ. ഗുരുവായൂരപ്പന് സുഖമാണോ? സുഖം, പരമസുഖം. പുള്ളി വലിയ സന്തോഷത്തിലാ. പിള്ളച്ചേട്ടന് പ്രമോഷൻ കിട്ടിയതിന്റെ കൈക്കൂലിയായി തുലാഭാരം നടത്താൻ ചെന്നതുകൊണ്ടായിരിക്കും. അല്ല, നീ കൂടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നിങ്ങളുടെ കൂടെ അമ്പലത്തിൽ വരാൻ എനിക്ക് വട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാവും. മിസ്റ്റർ സുരേഷ്, ഇതാണ് മിസ് ലത. ഈ കാണുന്ന പോലെയൊന്നുമല്ല, കാമ്പാരിയാണ്. ആ, എന്റെ അമ്മാവന്റെ മകൾ. വരും, നമുക്ക് അകത്ത് പോവാം. വരുന്നേ. അവൻ വന്നോ? വന്നു. യാത്രയെല്ലാം സുഖമായിരുന്നോടാ? സുഖമായിരുന്നു. സോറി, ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്റെ അമ്മാവൻ. ഇവരൊക്കെ? ഇത് മിസ്റ്റർ സുരേഷ്, സുരേഷിന്റെ അമ്മ. സുരേഷ് കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനാണ്. ഓഹോ. ഒരു ജോലി നേടി മദ്രാസിൽ വന്നതാണ്. ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. നീ ഇപ്പൊ ചില നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് നിനക്ക് പ്രൊമോഷൻ കിട്ടിയത്. തൽക്കാലം ഇവര് നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ. ആയിക്കോട്ടെ. ഇത്രയും വലിയ വീട്ടിൽ ഞാനും എന്റെ മോളും ഇവനും മാത്രമേ. തന്നെയല്ല, എന്റെ മോൾക്ക് സതീഷിന്റെ അമ്മ അല്ല സുരേഷിന്റെ അമ്മ ഒരു കൂട്ടുവായല്ലോ. മോള് പഠിക്കുകയാണ്? അതെ, പഠിക്കുകയാണ്. അവളെ 10ാം ക്ലാസ്സിലെത്തിയപ്പോ അവിടെ ഒന്ന് വീണു. അവിടെ ഒരു 3 വർഷം ഇരുന്നു. ഇനി അവൾ അച്ഛൻ പറയുകയാണെങ്കിൽ ഇനി ഒരു 3 വർഷം ഇരിക്കും. അല്ലല്ല, എനിക്ക് പനി വന്നിട്ടാ. അതെ, കേട്ടോമ്മേ, ഇവൾക്ക് പരീക്ഷ സമയത്ത് ഒരു പനി വരും. പരീക്ഷ കഴിഞ്ഞാ പനി മാറും. അതാണ് പരീക്ഷാ പനി. അത് ഇവൾക്ക് മാത്രമല്ല, ഇവളുടെ പ്രായത്തിലുള്ള മിക്ക കുട്ടികളും കാണും. നന്നായിപ്പോയി. പിള്ളച്ചേട്ടന് നഷ്ടമൊന്നുമില്ല. ഇല്ലെന്ന് പറഞ്ഞുകൂടാ, നീ എന്റെ മുറപ്പെണ്ണല്ല. മോളെ, ഇവർക്ക് മുറിയൊക്കെ ഒന്ന് കാണിച്ചു. ശരി. എടാ, ഇന്ന് ചാർജ് എടുക്കേണ്ട ദിവസമല്ലേ? വേഗം കുളിച്ച് റെഡിയാകാം. ഞാൻ ഇത്രയും വേഗം താമസിക്കാൻ ഒരിടം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കാത്തതാണ് മോനെ ജീവിതത്തിൽ നടക്കുന്നത് പലതും.
അതിന്റെ പേരാണ് വിധി. വിധി. അമ്മാവ, ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അമ്മാവൻ എന്നെ അനുഗ്രഹിക്കും. മോനെ, എന്റെ അനുഗ്രഹം എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ സുരേഷിന്റെ ജോലിക്കാര്യം അതെല്ലാം ഞാൻ ഏറ്റു. രാഹുകാലത്തിന് മുമ്പേ പോയി ചാർജ് എടുക്കുക. ഓക്കെ. പോയിട്ട് വരാമേ. മോനെ, പുതിയ സ്ഥലമാ, സൂക്ഷിച്ചു പോണം കേട്ടോ. ശരി. സുരേഷ് എങ്ങോട്ടാ? 1-2 ഫ്രണ്ട്സിനെ കാണാനുണ്ട്. ജോലിക്കാര്യത്തെ പറ്റി ഞാൻ അവർക്ക് എഴുതിയിരുന്നു. ഓഹോ, ഏത് തരം ജോലിയാണ് സുരേഷിന് ഇഷ്ടം? അഭിമാനം വിൽക്കേണ്ടി വരാത്ത ഏത് ജോലിയും ഞാൻ ചെയ്യും. അപ്പൊ ജോലി കിട്ടാൻ പ്രയാസമില്ല. എന്റെ കൂടെ വർക്ക്ഷോപ്പിലേക്ക് വാ. വർക്ക്ഷോപ്പിൽ ഒരു ജോലി തരണമെന്നാണ് മഹേശ്വരന്റെ ഓർഡർ. ശരി. മോളെ, പോവാ. വരൂ. അല്ല, താനിത്ര നേരത്തെ ഇങ്ങെത്തിയോ? എങ്ങനെ ഇരുന്നു കുളിച്ചു തോഴൽ? കേരളത്തിൽ പോയപ്പോ തണ്ണി അടിച്ച് നല്ല ഫിറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? താനെന്താടോ നത്തുപോലെ കുത്തിയിരിക്കുന്നേ? തന്റെ വായിലെന്താ കൈവണ്ടി കയറിപ്പോയോ? തനിക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? അതറിഞ്ഞൂടെ? നമ്മൾ ഒരുമിച്ചല്ലേ സർവീസ് കയറിയത്? ചോദിച്ചതിന് സമാധാനം പറയാൻ മതി. 18 വർഷം. ഇത്ര വർഷത്തെ സർവീസ് ഉണ്ടായിട്ടും ഒരു എസ്ഐയോട് ഒരു പോലീസുകാരൻ എങ്ങനെ പെരുമാറണം എന്ന് തനിക്ക് അറിഞ്ഞുകൂടല്ലേ? இந்த மாதிரி ரெஸ்பெக்ட் இல்லாம ஒரு எஸ்ஐ கிட்ட பழகலாமே. സോറി സാർ, മன்னிச்சிடுங்கோ. இட்ஸ் ஆல் ரைட். ഞാനും താനും ഒരുമിച്ച്. மறுபடியும் அந்த பேச்சு வந்தாச்சா? தானோ? അല്ല സാർ. കോൺസ്റ്റബിൾ. യെസ് സാർ. ആ റൗഡി നഞ്ചയ്യെ രാഹുകാലത്തിന് മുമ്പ് ഇവിടെ ഹാജരാക്കൂ. ഒരു കാരണവുമില്ലാതെയോ? കാരണമില്ലെന്നോ? ഞാൻ ഹെഡായിരിക്കുന്ന കാലത്ത് അവൻ എന്നെ പുഴു പോലെയാണ് കരുതിയിരുന്നത്. ഓ യെസ് സാർ. ഹലോ, യെസ്, എസ് ഐ മഹേശ്വരൻ പിള്ള സ്പീക്കിംഗ്. സാർ, സാർ, ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നു സാർ. അയ്യോ, എൻ്റെ അമ്മോ. മേ കമ്മിങ് സാർ? Come in. How are you, Mr. Maheswaran? ഫൈൻ. ப்ரமோஷன் கிடைச்ச உடனே உங்களுக்கு ஒரு கேஸ் கொடுக்கலாம்னு பாக்குறேன். താങ്ക് യു സാർ. அது என்ன தெரியுமோ? நோ சார். சிட்டில ஃபாரின் காருடைய பார்ட்ஸ் எல்லாம் திருட்டு போறதா கம்ப்ளைண்ட் வந்திருக்கு. சார். இது வரைக்கும் 8 முதலாளிகள் கம்ப்ளைண்ட் பண்ணிருக்காங்க. இப்ப பாருங்க, சார். இந்த ஃபைல் எல்லாம் இருக்கு. ப்ளீஸ் கோ ஆன். ശരി മോനെ. மோனா, வாட் இஸ் இட்? സോറി സാർ, നാക്ക് ഉളുക്കി പോയതാണ്. நான் குளிக்கி ഉളുക്കി പോയതാണ്. Yes, I will see. Over. Come on.
ഡേയ് മനോഹർ, ഈ വാടാ. കേറ്. ഇതെല്ലാം എടുത്ത് എല്ലാവർക്കും കൊടുക്കും. ആ ചാക്കെടുക്കും. ഹലോ സ്വീറ്റി. ഹായ്. ഹലോ darling. What a wonderful sight. കണ്ടോളൂ. Hello. Are you angry? Don't be angry, dear. I want to kiss you. I am waiting there. Okay? ഡേയ്, ഇതിന് ചേഞ്ച് വാങ്ങിട്ട് വാ. എല്ലാം ₹1 കോയിൻ. ഓക്കെ? എടാ നീ ചാലഞ്ച് ആയിട്ട് എന്താ അവിടെ വരാത്തത്? കണ്ടോടാ വരും.